പലയിടത്തും വെള്ളം ഇറങ്ങി തുടങ്ങിയെങ്കിലും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കുട്ടനാട് മേഖലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം തൽക്കാലം ഇല്ല എന്നാണ് കരുതുന്നത്. അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അമൽ, അപ്പർ കുട്ടനാട് മേഖലയിൽ നിന്ന് പൂർണ്ണമായി വെള്ളം ഇറങ്ങുന്ന സാഹചര്യമുണ്ടോ? ഇപ്പോൾ പമ്പയാറ് കരകവിഞ്ഞൊഴുകുന്ന സ്ഥിതി മാറ്റമില്ലാതെ തുടരുന്നു എന്നുകൂടിയാണല്ലോ അറിയുന്നത്. ഹർഷൻ, നമുക്കറിയാവുന്നതാണ് ഈ കിഴക്കൻ മേഖലയിൽ വലിയ രീതിയിൽ മഴ പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ഉരുൾപൊട്ടൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ 2 ദിവസത്തിന് ശേഷം കുട്ടനാട് ആകെ മുങ്ങുന്ന ഒരു സ്ഥിതിയാണ് പൂർവ്വകാലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് വിപരീതമായിട്ട് ഇത്തവണ അപ്പർ കുട്ടനാട് മേഖലകളിൽ കാര്യമായിട്ടുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ തവണയെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ട എന്ന് പറയാൻ സാധിക്കുന്നതല്ല. അതിന് പ്രധാനമായ ഒരു കാരണമെന്ന് പറയുന്നത് ഈ തോട്ടപ്പള്ളി സ്പിൽവേയിലെ ഷട്ടറുകൾ നേരത്തെ തന്നെ തുറക്കുകയും അവിടുത്തെ മണ്ണ് നേരത്തെ തന്നെ മാറ്റുകയും ഒക്കെ ചെയ്തതിനാൽ തന്നെ ഈ പൊഴിമുഖം തനിയെ മുറിഞ്ഞു പോകുന്ന 150 മീറ്ററോളം തനിയെ മുറിഞ്ഞ് വെള്ളം കടലിലേക്ക് കൂടുതലായി ഒഴുകി പോകുന്ന സ്ഥിതിയെല്ലാം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതാണ് ചെറിയൊരു ആശ്വാസം ഉണ്ടാകുന്നത്. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ചങ്ങനാശ്ശേരി ബന്ധിപ്പിക്കുന്ന AC റോഡിന്റെ മങ്കൊമ്പ് ഒന്നാംകര ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് ഈ AC റോഡിൽ ഇന്ന് വെള്ളക്കെട്ടുള്ളത്. ഇന്നലെയെല്ലാം രൂക്ഷമായ വെള്ളക്കെട്ടായിരുന്നു AC റോഡിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രമായാണ് വെള്ളക്കെട്ട് കാണാൻ സാധിക്കുന്നത്. അത് നമ്മുടെ കണങ്കാലിന്റെ അത്രയും വെള്ളം മാത്രമാണ് ഇപ്പോൾ റോഡിലുള്ളത്. വാഹനങ്ങൾ കടന്നു പോകാൻ ഇപ്പോൾ ബുദ്ധിമുട്ടില്ല. ഇന്നലെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഈ AC റോഡിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഈ വെള്ളക്കെട്ട് കാലങ്ങളായി രൂക്ഷമായിരുന്ന ഒരു റോഡാണ് AC റോഡ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് AC റോഡിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇനി ഉണ്ടാകില്ല വെള്ളക്കെട്ട് എന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വാഗ്ദാനം നൽകിക്കൊണ്ട് ഈ AC റോഡ് പുതുക്കി പണിയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോൾ കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ UDF-ന്റെയും ഭാഗത്തു നിന്നുള്ളവർ തന്നെ വലിയ രീതിയിലുള്ള വിമർശനമാണ് കഴിഞ്ഞ സർക്കാരിനെതിരെ ഇന്നലെ എല്ലാം ഉയർത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുന്നു എന്ന് നമുക്ക് ഈ നിമിഷത്തിൽ AC റോഡിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ സാധിക്കില്ല. പക്ഷേ വെള്ളക്കെട്ടുണ്ട് എന്ന കാര്യം നമുക്ക് ഒഴിവാക്കുവാനും സാധിക്കുന്നതല്ല. പ്രത്യേകിച്ചും ചങ്ങനാശ്ശേരിയിലേക്ക് പോകുന്ന ഭാഗങ്ങളിൽ, ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന മങ്കൊമ്പിലാണ്, ചങ്ങനാശ്ശേരിയുമായി ചേരുന്ന ആ ഭാഗത്തെല്ലാം കുറേ കൂടി വെള്ളമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അവിടെ നിന്നുള്ള ആളുകളുമായി സംസാരിക്കുമ്പോഴെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ജില്ലയിൽ 41 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. ഇന്ന് ആലപ്പുഴ ജില്ലയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, അത് പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ട്യൂഷൻ സെന്ററുകളും മതപഠനശാലകളും മദ്രസകൾ അടക്കമുള്ള മതപഠനശാലകൾക്കെല്ലാം അവധി നൽകിയിട്ടുണ്ട്. ഇന്ന് കനത്ത മഴയാണ് ആലപ്പുഴയിൽ ഉണ്ടാകാനിരിക്കുന്നത് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അടക്കം മുന്നറിയിപ്പുകൾ വന്നിരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ ഇനി രൂക്ഷമാകുമോ എന്നൊരു ഭയം കൂടി ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും രാവിലെ മുതൽ ശക്തമായിട്ടുള്ള മഴ കനക്കുന്ന ഒരു സ്ഥിതിയാണ് ആലപ്പുഴയിൽ ഉള്ളത്. ഈ കുട്ടനാട് മേഖലകളിൽ വെള്ളക്കെട്ടുണ്ടാകുമ്പോഴാണ് ജനങ്ങൾ കൂടുതലായി ബുദ്ധിമുട്ടിലാകുന്നത്. ഇപ്പോൾ തന്നെ അവിടുത്തെ പല വീടുകളിൽ നിന്നും, ഈ ഒറ്റപ്പെടാൻ സാധ്യതയുള്ള പല വീടുകളിൽ നിന്നും പ്രായമായവരെയും ഈ കുട്ടികളെയും രോഗികളെയും അടക്കമുള്ളവരെ ബന്ധു വീടുകളിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പലരും, ഇന്നലെ നമ്മൾ കണ്ടതാണ്, പലരും വള്ളം പോലും ഉപയോഗിച്ചുകൊണ്ടാണ് റോട്ടിലൂടെ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അത് കുട്ടനാടിൻ്റെ ഒരു മഴക്കാലത്തെ കുട്ടനാടിൻ്റെ ഒരു സ്വഭാവം അങ്ങനെ തന്നെയാണ് എങ്കിൽ തന്നെയും അത്തരത്തിൽ കുട്ടനാടിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയും ഉണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കഴിഞ്ഞ വട്ടത്തെ അത്ര, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളെ അത്രയും വെള്ളം ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ സമയത്തെല്ലാം, ഈ ഒരു സമയത്ത് 3 വട്ടത്തോളം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം അപ്പർ കുട്ടനാട് മേഖലകളിൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ തവണ ഒരു വട്ടം മാത്രമാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. പിന്നെയും കൂടുതലായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് തലവടി ഭാഗത്താണ്. തലവടി ഭാഗത്ത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടായതിനെ തുടർന്ന് പല വീടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒറ്റപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഗർഭിണികൾ അടക്കമുള്ള ആളുകളെ, രോഗികളെ അടക്കമുള്ള ആളുകളെ പ്രത്യേക വാഹനത്തിൽ ചെന്ന് റെസ്ക്യൂ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും മഴ കൂടിയാൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം കുട്ടനാടിൻ്റെ പല മേഖലകളിലും ഉണ്ടാകുമെന്ന കാര്യം സംശയമല്ല. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ നേരത്തെ ഉണ്ടായ വെള്ളം, അല്ലെങ്കിൽ കിഴക്കൻ വെള്ളത്തിന് വരാനുള്ള, അല്ലെങ്കിൽ അതിന് സുഗമമായി ഒഴുകുവാനുള്ള ഒരു സ്ഥിതി ഈ തോട്ടപ്പള്ളി സ്പിൽവേയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയത് കൊണ്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ട് ഉണ്ടാവാത്തത്. പക്ഷേ ഇത്തരത്തിലുള്ള ചെറിയ വെള്ളക്കെട്ടുകൾ പോലും കുട്ടനാടിനെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. നിരപ്പിൽ നിന്ന് ഏറെ താഴ്ന്നു നിൽക്കുന്ന ഒരു പ്രദേശമാണ്, വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. അവിടെ വെള്ളക്കെട്ടുണ്ടാകാൻ വലിയ മഴയുടെ ഒരു ആവശ്യമില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ഒരു ജാഗ്രതയോടുകൂടി തന്നെ വേണം കുട്ടനാട്ടിലെ ജനങ്ങൾ, ഇപ്പോൾ വെള്ളക്കെട്ട് അതിരൂക്ഷമല്ല എന്ന് കരുതി ഈ ഒരു രീതി എപ്പോഴും തുടരുമെന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി തന്നെ വേണം കാര്യങ്ങളെ കാണാൻ എന്നാണ് ജില്ലാ ഭരണകൂടം അടക്കം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.